ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക്. ടിക്ടോക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങി. 5 വർഷത്തെ നിരോധനത്തിന് ശേഷമാണ് മടങ്ങിവരവ്. നേരത്തെ വിലക്കിയ ചൈനീസ് ആപ്പുകളിൽ പലതും തിരിച്ചുവരികയാണ്. സായ്കുമാർ ചേരുന്നു നമുക്കൊപ്പം. സായ്കുമാർ, ടിക്ടോക്ക് അടക്കമുള്ള ചൈനീസ് ആപ്പുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിലക്കേർപ്പെടുത്തിയതാണ്. ഇപ്പോൾ ചൈനയുമായുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന്റെ ഒരു തുടർച്ചയാണോ ടിക്ടോക്കിന്റെ തിരിച്ചുവരവ്? തീർച്ചയായും സുജയ, ആ ബന്ധം നല്ല ഊഷ്മളതയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ്. നേരത്തെ സുരക്ഷയുടെ പേര് പറഞ്ഞ് നിരോധിച്ച ആപ്പുകളും വെബ്സൈറ്റുകളും തിരികെ വീണ്ടും ഇന്ത്യയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്. ഇന്ത്യ ചൈന ബന്ധം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ്. ഇപ്പോൾ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആപ്പും ഉടൻ തന്നെ ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 2020 ജൂണിലാണ് ടിക്ടോക്ക് ഉൾപ്പെടെ 59 ആപ്ലിക്കേഷനുകൾ സർക്കാർ നിരോധിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 69A പ്രകാരം ഈ ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ നിരോധിക്കുന്നത്. ഇത് വീണ്ടും ലഭ്യമായി തുടങ്ങി എന്ന് പറയുമ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. നമുക്കറിയാം, അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുകയും അതിൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും ചെയ്തു. പ്രധാനമന്ത്രി ചൈനയിലേക്ക് അടുത്ത് തന്നെ പോവുകയാണ്. ചൈനയുടെ പ്രതിനിധി ഇന്ത്യയിലുണ്ടായിരുന്നു. ഒട്ടനവധി ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രിയെ ഒഫീഷ്യലായി അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അവിടെ പോയുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ സമയമാവുകയാണ്. അതിനു മുൻപ് തന്നെയാണ് ഇപ്പോൾ നേരത്തെ നിരോധിച്ചിട്ടുള്ള ആപ്പുകളും വെബ്സൈറ്റുകളും വീണ്ടും ഇന്ത്യയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ടിക്ടോക്ക് വീഡിയോ ഷെയറിംഗ് ആപ്പാണ്. നിരവധി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് കൂടി ഉടൻ തന്നെ മടങ്ങിയെത്തും, പ്രവർത്തിക്കാൻ കഴിയും ഇന്ത്യയിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇതിനോടകം ഇന്ത്യയിൽ കിട്ടിത്തുടങ്ങിയിട്ടുമുണ്ട്. സുജയ.